السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. അൽഹംദുലില്ലാ നമ്മൾ ഇൻഷാല്ലാ 7ാമത്തെ ലെസണിലേക്ക് കടക്കുകയാണ്. ഇത്തിരി ഫാസ്റ്റ് മോഡിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഇതൊക്കെ അതായത് എക്സാമ്പിൾസ് ഒക്കെ ഇനി ഹോംവർക്ക്സ് ആയിരിക്കും. ഓരോ ക്ലാസ്സിലും എക്സാമ്പിൾസിൻ്റെ ഇംഗ്ലീഷോ മലയാളമോ ഇംഗ്ലീഷോ മലയാളമോ ആ രീതിയിൽ ഞാൻ എഴുതിയിട്ട് ഗ്രൂപ്പിലിടും. അടുത്ത ആഴ്ച വരുമ്പോഴേക്കും അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷൻ എഴുതി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പെട്ടെന്ന് പറഞ്ഞു പോവാം. ലൈക്ക് ഞാൻ അതിൻ്റെ ആൻസേഴ്സ് അയച്ചു തന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ ഒരു അറബിക് സെൻറ്റൻസസ് പറഞ്ഞിട്ട് പോവാം അടുത്ത ക്ലാസ്സിൽ. അപ്പം ഞാനും കൂടെ എഴുതിയൊക്കെ സമയം നഷ്ടപ്പെടുന്നത് നമുക്ക് ലാഭിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിന്തിച്ച് എഴുതാനുള്ള ഒരു സമയവും കിട്ടും ഒരു വീക്കിനുള്ളിൽ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് തിയറീസ് മാത്രം പറഞ്ഞിട്ട് പോയാൽ മതിയാവും ക്ലാസ്സിൽ ഇൻഷാല്ലാ. അപ്പം ഈ ഒരു ലെസണിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലദി, അതായത് ഒരു റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയും. അല്ലദി നമ്മൾ ഖുർആനിലൊക്കെ ഏറ്റവും കൂടുതൽ തവണ കാണുന്ന ഒരു സാധനമാണ് അല്ലേ, അല്ലദി, യാതൊരുവൻ എന്ന് പറഞ്ഞുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് 9th മോസ്റ്റ് കോമൺ വേർഡാണ്. ഓക്കെ, കോമൺ വേർഡാണ് അറബിയിൽ ഉപയോഗിക്കുന്നത്. ഖുറാനിലൊക്കെ നമുക്ക് കുറേ സ്ഥലത്ത് കാണാം. ഇനി അല്ലദീൻ്റെ തന്നെ വേറെ ഫോമുകളും കാണാം അല്ലെ, അല്ലദീന, അല്ലത്തി, അല്ലാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണും. അപ്പം ഇതിനെ ഒരു റിലേറ്റീവ് പ്രൊനൗൺ എന്നാണ് പറയാ. റിലേറ്റീവ് പ്രൊനൗൺ. ഓക്കെ, നമ്മൾ റിലേറ്റീവ് ആയിട്ട്, അതായത് ഒരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞ് അത് ഇന്നതാണ് എന്നൊക്കെ എടുത്തു പറയുന്ന റിലേറ്റീവ് സെന്റൻസസിലാണ് ഇത് ഉപയോഗിക്കുക. ഇത് കുറച്ചും കൂടെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് സംഭവം എളുപ്പം. കാരണം മലയാളത്തിൽ നമ്മൾ ആ ഒരു സ്റ്റൈലിൽ പറയാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ദ ബുക്ക് which is on the table is new. Okay, the book which is on the table, അതായത് the book, ആ ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത്, which is on the table എന്താണ്. എന്നിട്ട് അതായത് നമ്മളിപ്പം അറബിയിൽ പറയുമ്പം ഇത് ശരിക്കും the book സബ്ജക്റ്റും ഇത് ഒരു ഖബറും ഇത് വേറൊരു ഖബറും പോലെ നമുക്ക് തോന്നും. കാരണം ഇതും എന്താണ്, ബുക്കിനെ കുറിച്ച് പറയാണ്, ഇതും ബുക്കിനെ കുറിച്ച് പറയാണ്. ഇവിടെ ആക്ച്വലി ബുക്കിനെ നമ്മൾ ഒന്നും കൂടെ എന്താണ് സ്ട്രെസ് ചെയ്ത് പറയണം, ഇന്നതാണ്. അപ്പം ചിലപ്പം 2-3 ബുക്ക് ഉണ്ടാവും, പക്ഷെ ആ ബുക്ക് ഉണ്ടല്ലോ, ആ ടേബിളിന്റെ മുകളിലുള്ള ആ ബുക്ക് റിലേറ്റീവ് ആണ്. മറ്റു ബുക്കുകളെ അപേക്ഷിച്ച് ഈ ബുക്ക് ഏതാണ്, ടേബിളിന്റെ മുകളിലുള്ള ബുക്കാണ്, അത് ന്യൂ ആണ്. പക്ഷെ ഇത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ആ മേശയുടെ മേലെയുള്ള ബുക്ക് പുതിയതാന്നേ നമ്മൾ പറയുള്ളൂ അല്ലെ. ആ ബുക്ക് ഏതൊന്നും ആ മേശയുടെ മേലെയാണോ അത് പുതിയതാണ് എന്നും നമ്മൾ മലയാളത്തിൽ പറയൂല. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ മേശയുടെ മേലെയുള്ള ബുക്ക് പുതിയതാണെന്നേ നമുക്ക് മലയാളം ട്രാൻസ്ലേഷനിൽ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിലാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ കിട്ടും. അപ്പം ആ ഒരു രീതിയിലുള്ള സെന്റൻസസ് കണ്ട് ഒന്ന് ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ട്രാൻസ്ലേഷൻ പോലെ തന്നെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോ വാക്ക് എടുത്തിട്ട് അറബിയിൽ നിന്നും ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതുകൊണ്ട് അത് വലിയ പ്രശ്നമൊന്നും അല്ല, റിലേറ്റീവ് ക്ലോസ് എനിക്ക് അറിയില്ലല്ലോ, അത് പ്രശ്നമാണല്ലോ എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഓക്കെ, പക്ഷെ ഇവിടെയുള്ള ഒരേ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പം ഇവിടെ ഇതിന് ജെൻഡർ ഇല്ല അല്ലെ. വിച്ച് എന്ന് പറയുമ്പം അവിടെ ജെൻഡർ നമ്പർ ഒന്നും പ്രശ്നമില്ല. കാരണം ബുക്ക് കിതാബാണ് അല്ലെ. കിതാബ് എന്ന് പറയുന്നത് മെയിലാണ്. അവിടെ ത്വാവില, അത് ടേബിൾ വന്നു കഴിഞ്ഞാലും ഇംഗ്ലീഷിൽ വെച്ച് തന്നെയാണ്, പക്ഷെ അറബിയിലാവുമ്പോൾ അത് മാറും.
അല്ലതിക്ക് പകരം അല്ലത്തി ആയി മാറും. അതുപോലെ പ്ലൂറൽ ആവുമ്പോൾ മാറും. അങ്ങനത്തെ വ്യത്യാസങ്ങൾ അറബിയിൽ എഴുതുമ്പോൾ വരും. ഓക്കെ. ഇനി വേറെ ഒരു കാര്യം എന്നുള്ളത്, ഇതിന് സബ്ജക്റ്റിനോടും പ്രെഡിക്കേറ്റിനോടും ആഡ് ചെയ്യാം. ഈ അല്ലത്തി അല്ലെങ്കിൽ അല്ലത്തി എന്നൊക്കെ പറയുന്ന റിലേറ്റീവ് ഇത് ഈ ഒരു കേസിൽ ഇവിടെ സബ്ജക്റ്റിനോടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ദ ബുക്ക് വിച്ച് ഇസ് ഓൺ ദ ടേബിൾ അല്ലെ, ബുക്കിനോടാണ് ഇവിടുത്തെ വിച്ച് ആഡ് ചെയ്തിട്ടുള്ളത്, അല്ലതി ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി സപ്പോസ് ഒറ്റ മിനിറ്റ്, നമുക്ക് ഇപ്പം ദ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് എഴുതിയിട്ട് ടേബിളിനെ വിശേഷണം പറയണമെന്ന് വെച്ചോ. അപ്പം ടേബിളിനെ നമുക്ക് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞതാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ എന്താണ് പ്രെഡിക്കേറ്റിലേക്ക് എത്തി അല്ലേ. അപ്പം അവിടെ പ്രെഡിക്കേറ്റിന്, അതായത് ഖബറിന് നമുക്ക് അല്ലതി വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് പറയാൻ പറ്റും, റിലേറ്റീവ് ക്ലോസ് കൊടുത്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം അല്ലതി എന്നുള്ളത് ഒരു സെന്റൻസിൽ ജുംലത്തുൽ ഇസ്മിയയിൽ അതിന്റെ സബ്ജക്ട് കർത്താവിന്റെ കൂടെയും ആഡ് ചെയ്യാം, ഖബറിന്റെ കൂടെയും ആഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തിയറിന്റെ കാര്യത്തിൽ മനസ്സിലാക്കാം. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഈ അല്ലതി എന്ന് പറയുന്ന സംഭവം, ഓക്കെ, ഇത് ഡെഫിനിറ്റ് ആണ്. ബിക്കോസ് ഇതിന്റെ മുമ്പ് എന്താണ് അൽ ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഏത് നാമത്തിനെയാണോ, ഏത് ഇസ്മിനെയാണോ ഈ അല്ലതി ഉപയോഗിച്ച് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്, അതിന്റെ ഇസ്മും എന്തായിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം. ഈ റിലേറ്റീവ് പ്രോനൗൺ, ഓക്കെ, ആപേക്ഷിക സർവനാമം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനിറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് ഏത് നാമത്തിന്, ഏത് ഇസ്മിനെയാണോ നമ്മൾ ഇത് ഉപയോഗിച്ച് അല്ലതി ഉപയോഗിച്ച് ക്വാളിഫൈ ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്, അപ്പൊ ആ ഇസ്മും എന്തായിരിക്കണം, ഡെഫിനിറ്റ്, അതായത് മഅരിഫ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ എഴുതാം ഞാൻ. മെല്ലേ പ്രോസസ്സ് ആവുള്ളൂ. പുതിയ, അതായത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് പ്രശ്നമാക്കണ്ട. നമ്മൾ മുമ്പേയൊക്കെ പറയുന്നത് പോലെ കുറച്ച് അങ്ങോട്ട് പോകുമ്പം കാര്യങ്ങൾ കത്തി തുടങ്ങും. ഓക്കെ. അർറജുലു അല്ലദീ ഫിൽ ബൈത്തി. ഇതിന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാ എഴുതുക? ദ മാൻ, അർറജുലു, ഓക്കെ, അല്ലദീ ഹു ഈസ് ഇൻ ദ ഹൗസ്, ദ മാൻ ഹൂസ് ഇൻ ദ ഹൗസ്. ഓക്കെ. ഇനി നമ്മൾ ഇംഗ്ലീഷിൽ ശരിക്കും ഇതിന് ഇങ്ങനെയും എഴുതാം, ദ മാൻ ഇൻ ദ ഹൗസ് എന്നും എഴുതാം. ഓക്കെ. ആ വീട്ടിലുള്ള മനുഷ്യൻ, ആ വീട്ടിലുള്ള പുരുഷൻ എന്നും എഴുതാം. എന്നാൽ ഈ ദ മാൻ ഇൻ ദ ഹൗസ് എന്നുള്ളത് നമ്മൾ അറബിയിൽ എഴുതി കഴിയുമ്പോൾ ഞാൻ അതിന്റെ അറബി ഒന്ന് എഴുതാം. ഓക്കെ. അർറജുലു ഫിൽ ബൈത്തി. ഇതിനെ നിങ്ങൾ എങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട്. ദ മാൻ ഈസ് ഇൻ ദ ഹൗസ് അല്ലേ. അപ്പൊ ദ മാൻ ഈസ് ഇൻ ദ ഹൗസും ദ മാൻ ഇൻ ദ ഹൗസും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ എഴുതുമ്പോൾ നമ്മള് അതായത് ആ ഒരു മനുഷ്യനെ കുറിച്ച്, ഓക്കെ, ഈ ഒരു പുരുഷൻ, വീട്ടിൽ ഉള്ള ഈ ഒരു പുരുഷൻ ഇന്നതാണ്, എന്തെങ്കിലും ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനാണല്ലോ നമ്മൾ ഇത് എഴുതുന്നത് അല്ലെ. അങ്ങനെ എഴുതേണ്ട സിറ്റുവേഷനിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇതാണ് മീനിങ് എങ്കിൽ പോലും നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് എഴുതണം. അപ്പോഴേ നമുക്ക് ഈ അല്ലതി ഇടക്ക് വരുള്ളൂ. നമ്മൾ ഇംഗ്ലീഷിലുള്ള ദ മാൻ ഇൻ ദ ഹൗസ് എന്നുള്ള പോലെ ഇവിടെ എഴുതുകയാണെങ്കിൽ അർറജുലു ഫിൽ ബൈത്തി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ എങ്ങനെയാ വരിക? ദ മാൻ ഈസ് ഇൻ ദ ഹൗസ് അല്ലെ. അപ്പൊ നമ്മളെ ഉദ്ദേശം അവിടെ നിറവേറൂല, കാരണം ഇതൊരു ഫുൾ സെന്റൻസ് ആയി പോകും ഓൾറെഡി. ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും കേട്ടോ ഇപ്പം. അപ്പൊ പക്ഷെ അത് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വലിയ സെന്റൻസ് ഒക്കെ ആവുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. ദ മാൻ ഈസ് ഇൻ ദ ഹൗസ് എന്നായി പോവും, നമ്മളെ ഉദ്ദേശം അവിടെ നടക്കൂല. ഓക്കെ. അപ്പം ഇതാണ് ശരി, അല്ലതി റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്തിട്ട് എഴുതുന്ന കാര്യത്തിൽ. ഇനി
നമുക്ക് ഖുർആനിൽ നിന്ന് ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ സൂറത്തുൽ കഹ്ഫിലെ ഫസ്റ്റ് ആയ എല്ലാവർക്കും അറിയാം അല്ലെ, അൽഹംദുലില്ലാഹില്ലദീ. ഞാൻ എന്തായാലും ആയത്തെടുക്കട്ടെ ആദ്യം. അൽഹംദുലില്ലാ, ഓക്കെ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദി, യാതൊരുവൻ, അല്ലെ. അപ്പൊ അവിടെ ഇവിടെ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. അൻസല അലാ അബ്ദിഹിൽ കിതാബ, യാതൊരുവൻ എന്താണ് അവന്റെ അടിമയുടെ മേല് അവന്റെ ഗ്രന്ഥം ഇറക്കിയോ. അപ്പം ഇവിടുത്തെ ഹു, അല്ലെ, യാതൊരുവൻ എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹുവിനെ കുറിച്ചാണ്. വെറും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നിർത്താനായിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമുക്ക് അള്ളാഹുവിനെ, ഈ ലില്ല, അള്ളാഹിനെ നമുക്ക് കൂടുതൽ വിശദീകരിച്ച് പറയാനുണ്ട്. അപ്പം ആ അള്ളാഹു ഇന്ന ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് പറയാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ഈ റിലേറ്റീവ് ക്ലോസ് എഴുതുമ്പോൾ നേരത്തെ സെന്റൻസ് തന്നെ ഒന്നും കൂടെ ഞാൻ എഴുതാം. അർറജുലു അല്ലദീ ഹുവ ഫിൽ ബൈത്തി. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ അല്ലദീ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് ഇസ്മിനാണോ അത് ക്വാളിഫൈ ചെയ്യുന്നത് ആ ഇസ്മും ഡെഫിനിറ്റ് ആയിരിക്കണം. പ്ലസ് ഈ അല്ലദിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പ്രൊനൗൺ, ഒരു സർവനാമം ഇവിടെ ഉണ്ടായിരിക്കണം. അതായത് അർറജുലു അല്ലദീ ഹുവ ഫിൽ ബൈത്തി. അതായത് ഇതിനെ, ഈ ഒരു സംഭവത്തിനെ നമ്മൾ അർറജുലു അല്ലദീ എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ മനസ്സിലാക്കാൻ, അതായത് ഇവിടെ ഏകവചന പുല്ലിംഗം ആണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രൊനൗൺ ഇവിടെ എഴുതാം. എഴുതാം എന്നുള്ളൂ, ഉണ്ടായിരിക്കണം എന്നല്ല, എഴുതാം. എഴുതിയിട്ടില്ലെങ്കിലും ഇവിടെ ഇത് ഓക്കെ ആണ്. പക്ഷേ വേറെ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തെഴുതാണ്. അർറജുലു അല്ലദീ ഹുവ ജാലിസുൻ ഫിൽ ബൈത്തി. ഇവിടെ നമുക്ക് എന്താ വരുന്നത്? ഒരു ഇസ്മ ഫായില് വരുന്നുണ്ട് അല്ലെ, അല്ലദീ ഹുവ ഫിൽ, അല്ലദീ ഹുവ ജാലിസുൻ ഫിൽ ബൈത്തി. ഈ കേസിൽ ഈ ഹുവ കമ്പൽസറി ആണ്. ഓക്കെ, ഇവിടെ ഇത് ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല. ഇവിടെ ഇത് കമ്പൽസറി ആണ്. അതായത് ഈ അല്ലദിക്ക് ശേഷം നമ്മൾ ഒരു ഇസ്മ ഫായില് ഉപയോഗിച്ചിട്ട് ഈ ഒരു റജുലിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ അല്ലദിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പ്രൊനൗൺ ഇവിടെ നിർബന്ധമാണ്. എന്നാൽ ഈ ഒരു കേസിൽ അർറജുലു അല്ലദിക്ക് ശേഷം ഇവിടെ നമുക്ക് എന്താണ്, ഒരു പ്രിപ്പോസിഷൻ ആണ് അല്ലെ, ഹർഫ് ജർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്ലോസ് ആണ്. അങ്ങനെയുള്ള കേസിൽ ഇവിടെ നമുക്ക് ഈ ഹുവ വേണമെങ്കിൽ ഒഴിവാക്കാം. അതായത് നമ്മൾ തൊട്ട് മുമ്പേ എഴുതിയ പോലെ അർറജുലു അല്ലദി ഫിൽ ബൈത്തി എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത്, നമ്മൾ എഴുതുന്ന ഇസ്മ, ഓക്കെ, ആ ഇസ്മ അല്ലെങ്കിൽ ആ ഒരു വിശേഷണം, അതായത് അല്ലദീനെ ഏതൊരു ഇസ്മിനെ വിശേഷിപ്പിക്കാനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നക്കിറയാണെങ്കിൽ, അതായത് ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ എങ്ങനെയാ വരിക എന്നുള്ളത് ഒരു ഉദാഹരണം എഴുതിയിട്ട് പറയാം. സാലിമുൻ മുദർരിസുൻ ഖാല ദാലിക. സാലിം ഈസ് എ ടീച്ചർ ഹൂ സെഡ് ദാറ്റ്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരിക. സാലിം is a teacher
ഹൂ സെഡ് ദാറ്റ്. അപ്പം ഇവിടെ എന്താണ്, മുദരിസുനെയാണ് നമ്മൾ ആക്ച്വലി അല്ലതി ഉപയോഗിച്ച് വിശേഷിപ്പിക്കേണ്ടത് അല്ലെ. പക്ഷെ ഈ മുദരിസുൻ എന്താണ്, ഇൻഡെഫിനിറ്റ് ആണ്. ഓക്കെ, നക്കിറയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരാൻ പാടില്ല, റിലേറ്റീവ് പ്രൊനൗണ് അല്ലതി വരാൻ പാടില്ല. അപ്പം മാരിഫയ്ക്ക് ശേഷമാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗണായ അല്ലതി, അല്ലതി, അല്ലദീന ഒക്കെ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എഴുതാം. കാന ജാലിസൻ, അലൽ കുർസി, അല്ലദി ഫി ബൈത്തി. കാന ജാലിസൻ, കാന ജാലിസൻ എന്ന് വെച്ചാൽ ഹി വാസ് സിറ്റിംഗ്. മീനിങ് എഴുതാം. കാന, ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. വിച്ച് ഈസ് ഇൻ മൈ ഹൗസ് എന്ന് എഴുതാം, ഓർ ഇൻ മൈ ഹൗസ് എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഇസ് ഇൻ മൈ ഹൗസ് അല്ലെങ്കിൽ ഇൻ മൈ ഹൗസ്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ നമുക്ക് രണ്ട് രീതിയിലും എഴുതാം, പക്ഷെ അറബിന്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ആകുമ്പോൾ ഈ ഒരു വിച്ച്, വാട്ട്, ഹൂ എന്നൊക്കെ ഉള്ള റിലേറ്റീവ് ക്ലോസ് നമ്മൾ എഴുതണം. അപ്പം കാന ജാലിസൻ അലൽ കുർസി അല്ലദി ഫിൽ ബൈത്തി. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ അല്ലദി ആഡ് ചെയ്തത്? ഇവിടെ കുർസി എന്താണ്, മാരിഫ ആയതുകൊണ്ട്. ഇനി ഞാൻ കുർസീനെ നക്കിറയാക്കിയിട്ട് ഒരു സെന്റൻസ് എഴുതാം. ഓക്കെ, കാന ജാലിസൻ അലാ കുർസിയിൻ ഫി ബൈത്തി. കാന ജാലിസൻ അലാ കുർസിയിൻ ഫി ബൈത്തി. He was sitting on a chair in my house. അല്ലെങ്കിൽ which is in my house. ഓക്കെ, അപ്പം ഇവിടെ അലാൽ കുർസി എന്ന് എഴുതിയത് കൊണ്ട് നമുക്ക് എന്ത് വേണം, റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടുള്ള അല്ലതി വേണം. ഇവിടെ അലാ കുർസീൻ എന്ന് എഴുതിയത് കൊണ്ട് നമുക്ക് ഇവിടെ റിലേറ്റീവ് പ്രൊനൗണ് വേണ്ട. ഓക്കെ, അല്ലതിന്റെ ആവശ്യം ഇല്ല. രണ്ട് കേസിലും അതെന്താണ്, സെന്റൻസ് റിലേറ്റീവ് തന്നെയാണ് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ. ഇനി അടുത്തത്, ഓക്കെ, ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ഞാനൊരു കാര്യം ചെയ്യാം, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരൊറ്റ സാമ്പിൾ ഒന്ന് ഞാൻ ഇംഗ്ലീഷിലും അറബിയിലും എഴുതാം, ഒരു സെറ്റ്. ബാക്കി സെറ്റ് ഇംഗ്ലീഷ് മാത്രം അല്ലെങ്കിൽ മലയാളം മാത്രം എഴുതിയിട്ട് വിടാം. നിങ്ങൾ അതിന്റെ അറബി എഴുതാൻ വേണ്ടി നോക്കാം. അപ്പൊ നമുക്ക് ആ സമയം ലാഭിക്കാം, നിങ്ങൾക്ക് ചിന്തിക്കുകയും ചെയ്യാം ഒറ്റയ്ക്ക്. അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്ന് ക്വിക്കായിട്ട് അതിനെ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാ. ഇനി നമുക്ക് പുതിയ റൂള് നോക്കാം ഇന്നത്തേത്. ഇന്ന് നമുക്ക് അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്ലൂറൽസ് ആണ്, ബഹുവചനങ്ങൾ. ഓക്കെ, അറബിയിലുള്ള ബഹുവചനങ്ങൾ. അറബിയിൽ ഇംഗ്ലീഷിലെ പോലെ തന്നെ പല രീതിയിൽ നമുക്ക് ബഹുവചനങ്ങൾ പ്ലൂറൽസ് ഉണ്ടാക്കാൻ പറ്റും. അതിന് മെയിൻ ആയിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് എന്താന്ന് വെച്ചാൽ സൗണ്ട് പ്ലൂറൽസ്. ഓക്കെ,
സൗണ്ട് പ്ലൂറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇംഗ്ലീഷിൽ അവസാനം എസ് ഇ എസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്ലൂറലുകൾ ഉണ്ട് അല്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടീച്ചർ, ടീച്ചറിന്റെ പ്ലൂറൽ എന്താ? ടീച്ചേഴ്സ് അല്ലേ? അപ്പോൾ അതിൻ്റെ അവസാനത്തിൽ ജസ്റ്റ് ഒരു എസ് മാത്രം ആഡ് ചെയ്തിട്ട് പ്ലൂറൽ ആക്കാണ്. അതേപോലെ അറബിയിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സഫിക്സ് അതിൻ്റെ അവസാനം ഒന്നോ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ചേർത്ത് പ്ലൂറൽ ആക്കുന്നതിനാണ് സൗണ്ട് പ്ലൂറൽസ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് മുദരിസുൻ. അതിന്റെ പ്ലൂറൽ നമുക്കറിയാം അല്ലേ? എന്താണ്? മുദരി സൂന. ഇവിടെ വാവ് നൂൻ ആഡ് ചെയ്തിട്ട് പ്ലൂറൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് ഒരു ടൈപ്പ് പ്ലൂറൽ ആണ്. ഇനി ഈ വേറൊരു ടൈപ്പ്, ഇത് നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഉദാഹരണത്തിലേക്കൊക്കെ പോവാം. ജസ്റ്റ് അടുത്തൊരു ടൈപ്പും കൂടെ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അതാണ് ബ്രോക്കൺ പ്ലൂറൽസ്. ഓക്കെ, ഇതിന്റെ അറബി ഭാഗം കൂടെ എഴുതാം. ഇത് ജംഉ സാലിം. ഓക്കെ, ഇത് ജംഉ തക്സീർ, ബ്രോക്കൺ. ഓക്കെ, ജംഉ സാലിമും ജംഉ തക്സീറും ബ്രോക്കൺ പ്ലൂറൽസ്. ബ്രോക്കൺ പ്ലൂറൽസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പ്ലൂറലിന് എക്സാമ്പിൾ എഴുതാം. ചൈൽഡ്, ചൈൽഡിന്റെ പ്ലൂറൽ ചൈൽഡ്സ് അല്ല അല്ലെ? നമുക്കറിയാം ചിൽഡ്രൻ ആണ്. അപ്പം ഇത് വേറെ തന്നെ ഒരു ഫോമാറ്റിലേക്ക് മാറുകയാണ് ഈ വാക്ക് അല്ലെ? നമുക്കൊരു പ്രത്യേക പാറ്റേൺ ഒന്നും വെച്ചിട്ടല്ല. ചൈൽഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലൂറൽ ചിൽഡ്രൻ ആണ്. അതേപോലെ അറബിയിൽ അതായത് അവസാനം ഒരു ഒന്നോ രണ്ടോ ലെറ്റേഴ്സ് ആഡ് ചെയ്തിട്ട് അല്ലാതെ വരുത്തുന്ന പ്ലൂറൽസ് ഉണ്ട്. അതിനാണ് ജമ തക്സീർ അല്ലെങ്കിൽ ബ്രോക്കൺ പ്ലൂറൽസ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് താലിബുൻ. താലിബിന്റെ പ്ലൂറൽ എന്താണ്? തുല്ലാബുൻ അല്ലെ? തുല്ലാബുൻ. അത് അവസാനം ഒരു ലെറ്റേഴ്സോ ആഡ് ചെയ്തിട്ടൊന്നും ഉണ്ടാവുന്ന പ്ലൂറൽ അല്ല. അപ്പം ഇത് രണ്ടുമാണ് രണ്ട് ടൈപ്പ്, അതായത് ബ്രോഡ് കാറ്റഗറി, രണ്ട് ടൈപ്പ് പ്ലൂറൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ കാറ്റഗറിനെ ഒന്നും കൂടെ വിശദമായിട്ട് കാണാം. സൗണ്ട് പ്ലൂറൽ ഫോംസ്. സൗണ്ട് ആയിട്ടുള്ള, അതായത് അവസാനം ഒരു ലെറ്റർ ആഡ് ചെയ്തിട്ടുള്ള പ്ലൂറൽസ്. ഇതില് മാസ്കുലിൻ, ഓക്കെ, പുല്ലിംഗം, ഫെമിനിൻ, സ്ത്രീലിംഗം. അതിൽ തന്നെ മർഫു, മജറൂർ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ, പുതിയ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. മൻസൂബ്. ഈ മൂന്ന് ഫോമാറ്റിലും എങ്ങനെയാണ് വരാമെന്ന് നോക്കാം. എന്ത് ആഡ് ചെയ്തിട്ടാണ് അത് വരാന്നുള്ളത് നോക്കാം. മാസ്കുലിൻ, അതായത് പുല്ലിംഗം മർഫു ഫോമിൽ നമ്മൾ എന്താ ആഡ് ചെയ്യാന്ന് വെച്ചാൽ വാവ് നൂൻ, ഊന. ഓക്കെ, സ്ത്രീലിംഗ അല്ല പുല്ലിംഗ മജ്റൂർ ഫോമിൽ നമ്മൾ യാ നൂൻ, ഈന. അതേപോലെ മൻസൂബ് ഫോമിലും ഈന. ഓക്കെ, മുദരിസുൻ, മുദരിസൂന, മുദരിസീന, മുദരിസീന. മർഫു, മജ്റൂർ, മൻസൂബ്. ഇനി സ്ത്രീലിംഗ മർഫു ഫോമിൽ അലിഫ് ത ആത്തുൻ. ഓക്കെ, അത് മജ്റൂറും മൻസൂബും ആണെങ്കിൽ ആ തിൻ, ആ തിൻ. ഓക്കെ, മുദരിസാത്തുൻ, മുദരിസാത്തിൻ, മുദരിസാത്തിൻ. ആത്തൻ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അക്യൂസേറ്റീവ് ആണ്, അതായത് മൻസൂബ് ആണെങ്കിലും അത് ആത്തിൻ ആയിരിക്കും. ഈ കാര്യങ്ങളാണ് എന്ത് സൗണ്ട് പ്ലൂറൽ, അതായത് ജംഉ സാലിം, ജംഉ മുദക്കർ സാലിം എന്ന് ഈ ഒരു സെക്ഷന് പറയും. ഓക്കെ, ജംഉ മുദക്കർ സാലിം, ഇത് ജംഉ മുഅന്നസ് സാലിം. ജംഉ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, മുദക്കർ എന്താണ്? പുല്ലിംഗം, സാലിം സൗണ്ട്. ഓക്കെ, ജംഉ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം. ഇനി ഇതിന് നമുക്കൊന്ന് എക്സാമ്പിൾസ് എഴുതി നോക്കാം.
മുദരിസുൻ, സെയിം എക്സാമ്പിൾ എടുക്കുകയാണ് ഞാൻ. മുദരിസുൻ. മുദരിസുന്റെ മർഫോ ഫോമിലെ പ്ലൂറൽ എങ്ങനെയാ വരിക? മുദരി സൂന. മർഫോ. ഓക്കെ. പിന്നെ മുദരി സീന എന്താണ്? മജ്റൂർ അല്ലെ? വീണ്ടും മുദരി സീന മൻസൂബ്. സെയിം അതിന് നമ്മൾ സ്ത്രീലിംഗം എഴുതുമ്പോൾ മുദരിസുൻ, മുദരി സാത്തുൻ, മുദരി സാത്തിൻ, വീണ്ടും മുദരി സാത്തിൻ അല്ലേ? ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ വരയ്ക്കുകയാണ്. ഇത് മർഫോ, ഇത് മജറൂർ, ഇത് മൻസൂബ്. ഓക്കെ, ഇത് സ്ത്രീലിംഗം. എല്ലാം മുദരിസുന്റെ പ്ലൂരലുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരൊറ്റ വാക്കിന് എത്ര പ്ലൂരലാണ് അല്ലെ? അറബിയിൽ മുദരിസ് എന്ന് പറഞ്ഞ വാക്കിന് ഇത്രയും, അതായത് ശരിക്കും വേർഡ് വൈസ് 4 ഉള്ളൂ. മുദരിസൂന, മുദരിസീന, മുദരിസാത്തുൻ, മുദരിസാത്തിൻ അല്ലെ? പക്ഷെ യൂസേജ് വൈസ് 6 ബഹുവചനങ്ങളാണ് അറബിയിൽ ഉള്ളത്. അപ്പം പല സെന്റൻസിലും അത് തിരിച്ച് ഊനെ ആയിട്ടും ഈനെ ആയിട്ടും ആത്തുനായിട്ടും ആത്തിനായിട്ടും ഒക്കെ വരും. അപ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്ത്? ഇത് മുദരിസുൻ എന്ന വാക്കിന്റെ പ്ലൂറലാണ്, മുദരിസുൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പ്ലൂറലാണ്, പുല്ലിംഗ പ്ലൂറലാണ്, പ്ലസ് അത് സ്ത്രീലിംഗ പ്ലൂറലും മർഫുവാണ്, അല്ലെങ്കിൽ പുല്ലിംഗം പ്ലൂറൽ, അതായത് ജംഅ് മുദക്കർ സാലിം മർഫു ആണ്. ഇനി അത് മർഫു ആയതുകൊണ്ട് ഇന്ന കാരണം കൊണ്ടാണ് എന്നൊക്കെ നമുക്കൊരു വാക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അല്ലെ? സുബ്ഹാനല്ലാഹ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാല് ഈ സൗണ്ട് പ്ലൂറൽസ്, സൗണ്ട് മാസ്കുലിൻ പ്ലൂറൽസ്, ഞാൻ അത് എഴുതാം. സൗണ്ട് മാസ്കുലിൻ പ്ലൂറൽസ്, അതായത് ജംഅ് മുദക്കർ സാലിം. ഈ ഒരു വാക്ക് എന്തിൻ്റെയാന്ന് അറിയാലോ അല്ലെ? ജംഅ് ആണ് പ്ലൂറല്, മുദക്കർ മാസ്കുലിൻ, സാലിം സൗണ്ട്. ഓക്കെ, ജംഅ് മുദക്കർ സാലിം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന് മാത്രം റെഫർ ചെയ്യാനുള്ളതാണ്. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാം. മുദരിസുൻ, മുദരിസൂന നമ്മൾ ഓൾറെഡി എഴുതി. ഇനി മുവദ്ദഫുൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് കേട്ടോ, പുതിയതൊന്നും അല്ല. മുവദ്ദഫുൻ, മുവല്ലഫ്, മുവദ്ദഫൂന. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എക്സ്ക്യൂസ് ചെയ്യണേ, എനിക്കെന്തോ എഴുതിയിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല, കുറച്ച് നാളായില്ലേ. മുദീറുൻ, മുദീറൂന. മീനിങ്സ് ഒന്നും എഴുതണ്ടല്ലോ അല്ലെ? മുവദ്ദഫുൻ എംപ്ലോയി, മുദീറുൻ ഡയറക്ടർ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇതേപോലെ നമ്മൾ ഇപ്പം ഇസ്മു ഫായില് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ സെന്റൻസ് ഇതുപോലെയൊക്കെ നമ്മൾ മുമ്പ് എഴുതിയിട്ടുള്ളതുമാണ്. എന്നാലും ഞാൻ ഇവിടെ ഒന്നും കൂടെ എഴുതാണ്. ഇപ്പം ജാലിസുൻ, ജാലിസുന്റെ ജംഅ മുദക്കർ സാലിം എന്താണ്? ജാലിസൂന. വാഖിഫുൻ, വാഖിഫൂന. ذاهبٌ ذاهبون, قادم قادمون, മുസാഫിറുൻ മുസാഫിറൂന എന്നൊക്കെ ആ ഒരു ഇസ്മു ഫായിലാണെങ്കിൽ പോലും അതിന് പ്ലൂറൽസ് ഉണ്ടാവും. അതുപോലെയുള്ള സെന്റൻസസും നമ്മൾ മുമ്പേ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ഉദാഹരണം എഴുതാം. അൽ മുദരിസൂന
സാക്കിനൂന ഫിൽ മഗ്രിബി. അൽ മുദരിസൂന സാക്കിനൂന ഫിൽ മഗ്രിബി. എന്താ മീനിങ്? അൽ മുദരിസൂന ദ ടീച്ചേഴ്സ് അല്ലേ? ദ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം ഏത് ടീച്ചേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്? മെയിൽ ടീച്ചേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ആർ ലിവിങ് ഇൻ മൊറോക്കോ. ഓക്കെ, ഇവിടെ ഒരു കാര്യം നോക്കേണ്ടത് അൽ മുദരിസൂന എന്ന് എഴുതുമ്പോൾ ലിവിങ് എന്ന് പറയുന്ന വേർഡ് അല്ലെ, നമ്മൾ ഇസ്മ ഫായിലാണ് ഉപയോഗിക്കുന്നത്. അതിന്റെയും ഇതിന് മാച്ച് ആകുന്ന പ്ലൂരല് ഇവിടെ എഴുതണം. അൽ മുദരിസൂന സാക്കിനാത്തുൻ എന്ന് എഴുതാൻ പറ്റില്ല അല്ലെ, സാക്കിനൂന എന്ന് എഴുതണം. പ്ലസ് ഇവിടെ അൽ മുദരിസൂന മർഫു ആയതുകൊണ്ട് അതിന്റെ ജംഉം എന്താണ്, അതിനെ വിശേഷിപ്പിക്കുന്ന ജംഉം എന്താണ്, മർഫു ആണ്. എന്നാൽ അടുത്ത ഒരു സെന്റൻസ് ഞാൻ എഴുതാം. ഹൽ كان المديرون ساكنين في المدينة. هل كان المديرون ساكنين في المدينة؟ അപ്പം ഇവിടെ കാനൽ മുദീറൂന അല്ലെ, കാനയുടെ സബ്ജക്റ്റ് ആണ് മുദീറൂന, കാനയുടെ പ്രെഡിക്കറ്റ് ആണ് സാക്കിനൂന. അതുകൊണ്ട് തന്നെ കാനയുടെ പ്രെഡിക്കറ്റ് നമുക്കറിയാം അത് എന്തായിട്ട് മാറും, മൻസൂബായിട്ട് മാറും അല്ലെ. അതുകൊണ്ട് ഹൽ കാനൽ മുദീറൂന സാക്കിനൂന എന്ന് പറയാൻ പറ്റില്ല, സാക്കിനീന എന്ന് പറയണം. മീനിങ് എന്താണ്? വേർ ദി ഡയറക്ടേഴ്സ് ലിവിങ് ഇൻ ദ സിറ്റി. ഡയറക്ടേഴ്സ് പട്ടണത്തിൽ താമസിക്കുന്നവർ ആയിരുന്നു. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അതിന്റെ ഫസ്റ്റ് സെറ്റിന്റെ ട്രാൻസ്ലേഷൻ അടക്കം എഴുതും. അടുത്ത സെറ്റ് മുതൽ ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ട് നിങ്ങൾ അറബി എഴുതി വരാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി ഒന്ന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. ഈ നമ്മൾ പറഞ്ഞു ഇവിടെ പുല്ലിംഗ, അതായത് ജംഅ മുദക്കർ സാലിം ഹ്യൂമൻ ബീയിങ്സിന് മാത്രം ആണെന്നല്ലേ. എന്നാൽ ചില വാക്കുകളുണ്ട് അതിന് ജംഅ മുദക്കർ സാലിം എന്ന് പറയുമ്പോൾ വാവ്നൂന് ആഡ് ആവാത്ത, അതായത് ഹ്യൂമൻ ബീയിങ്സിനെ മനുഷ്യന്മാരെ റെഫർ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന പ്ലൂറൽ ആയിരിക്കും, പക്ഷെ അതിന് വാവ്നൂൻ ആഡ് ചെയ്യൂല. അതിനൊരു ഉദാഹരണം, ഇത് നമ്മൾ ഇസ്മു നിസ്ബ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. എന്നാൽ പോലും ഞാൻ എഴുതുകയാണ്. അറബിയുൻ. അറബിയുന്റെ പ്ലൂറല് നമ്മൾ അറബിയൂന എന്ന് എക്സ്പെക്ട് ചെയ്യും, പക്ഷെ അതിന്റെ പ്ലൂറല് അൽ അറബു ആണ്. ഓക്കെ, അറബു. അതേപോലെ വേറൊരു വാക്കാണ് ബദവിയുൻ. നമുക്ക് ഇത് ഉദാഹരണങ്ങൾ എഴുതി നോക്കാം. അൽ മുവദ്ദഫൂന അസ്സൂദാനിയൂന ഫിൽ മക്തബി. അൽ മുവദ്ദഫൂന സൂദാനിയൂന ഫിൽ മക്തബി. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മുദീറൂന, ഇവിടെ ഇതാ അൽ മുദരിസൂന സാക്കിനൂന എന്ന് പറഞ്ഞ പോലെ തന്നെ അൽ മുവദ്ദഫൂന അസൂദാനിയൂന. എന്താണ്? ദ സുഡാനീസ് എംപ്ലോയീസ് ആർ ഇൻ ദ ഓഫീസ്. ഓക്കെ, എന്നാൽ ഇതേ ഈ എംപ്ലോയീസ് അറബികളാണെങ്കിൽ എങ്ങനെയാ എഴുതാൻ നോക്കാം.
الموظفون العرب സോറി ഇവിടെ ഞാൻ ക്യാൻ ആഡ് ചെയ്യുന്നുണ്ട് ക്യാനൽ موظفون العرب جالسين في مكتبة الجامعة بالأمس. ഇവിടെ മുവല്ലഫൂന അല്ലെ എംപ്ലോയീസിന്റെ പ്ലൂറൽ അല്ല വിശേഷനാണ് അറബ് അറബി ആണെന്നല്ലേ. പക്ഷേ അറബ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ ഉള്ള പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ അറബിയൂന എന്ന് പറയില്ല. അൽ മുവല്ലഫൂനൽ അറബു എന്നാ വരിക. പിന്നെ ജാലിസീന എന്ന് പറയുന്നത് ഈ ഒരു സെന്റൻസിന്റെ ഇത് കാനയുടെ ഇസ്മാണ് മുവല്ലഫൂന. മുവല്ലഫൂന വിശേഷനാണ് അറബ്. അതായത് കാനയുടെ മുബ്തദ ആണിത്. ഇത് കാനയുടെ ഖബറാണ്. അതുകൊണ്ട് തന്നെ ഇത് മൻസൂബാണ്. അപ്പൊ ജാലിസീന ആയിട്ട് മാറും. ഇതിന്റെ രണ്ടിന്റെയും മീനിങ് ഞാൻ ജസ്റ്റ് എഴുതാം. الموظفون سودانيون في المكتب. The Sudanese employees are in the office. അടുത്തത് كان الموظفون العرب the Arab employees were okay كان ഉള്ളത് കൊണ്ട് were അറബ് വിശേഷണം എംപ്ലോയീസ് ഓക്കെ ജാലിസീന സിറ്റിംഗ് ഫി മക്തബത്തിൽ ജാമിഅത്തി ഇൻ ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി ബിൽ അംസി യെസ്റ്റർഡേ. യെസ്റ്റർഡേ ഞാൻ എഴുതിയിട്ടില്ല. ഇനി ഓക്കെ ഇപ്പൊ ഇത്രയും മതി. ബാക്കി ഇതേപോലെ എക്സാമ്പിൾസ് ആണ് ഇൻഷാല്ല. ഞാൻ അപ്പൊ 3 സെറ്റ് എക്സാമ്പിൾസ് ഉണ്ടാവും ഇൻഷാല്ല. ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഈ ഒരു നോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പോസ്റ്റ് ചെയ്യാം. എല്ലാവരും നെക്സ്റ്റ് വീക്കിൽ എഴുതി വരാൻ നോക്കാം. അങ്ങനെ ആകുമ്പോൾ ഇൻഷാല്ല അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 സെഷനോട് കൂടി ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പറ്റുമെങ്കിൽ റംസാന്റെ മുമ്പ് ടെസ്റ്റ് വെക്കാൻ ഉറപ്പില്ല, എന്നാലും നോക്കാം ഇൻഷാല്ല. അപ്പം ഇന്ന് ഇൻഷാല്ല ഇത്രയും പറഞ്ഞിട്ട് നിർത്താണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. آخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.